നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ദിലീപിന്റെ ആദ്യ പ്രതികരണം കേരളത്തെ ഞെട്ടിച്ചതാണ്. ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരെ പേരെടുത്തു പറഞ്ഞായിരുന്നു ദിലീപ് പ്രതികരിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന മഞ്ജുവിന്റെ വാക്കുകളാണ് കേസ് തന്നിലേക്ക് തിരിയാൻ കാരണമെന്നാണ് ദിലീപ് പറഞ്ഞത്. വിവാഹമോചിതരായതിനു ശേഷമോ ഈ കേസ് നടക്കുന്ന കാലയളവിലോ രണ്ടുപേരും പരസ്പരം കടന്നാക്രമിച്ചിട്ടില്ല. ഇത് തെറ്റിച്ചുകൊണ്ടായിരുന്നു ദിലീപ് അന്ന് തുറന്നടിച്ചത്. ഇതോടെ ദിലീപ് ആരാധകർ കടന്നൽ കൂട്ടിൽ കല്ലിട്ടതുപോലെ പടയോടെ ഇളകി. മഞ്ജു വാര്യരെ പലതരത്തിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളും കമന്റുകളും വീഡിയോകളും വരെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി. ദിലീപുമായുള്ള വിവാഹമോചനത്തിന് മഞ്ജുവാണ് കാരണം എന്ന തരത്തിലും മഞ്ജുവാണ് തെറ്റുകാരി എന്ന തരത്തിലും ഇവിടെ ദിലീപാണ് ഇര എന്ന തരത്തിലും പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇറങ്ങി. മീനാക്ഷി അച്ഛനൊപ്പമാണ് എന്നുള്ളതും മഞ്ജുവിനെ കരിവാരിത്തേക്കാനുള്ള വാദമായി ഉപയോഗിക്കപ്പെട്ടു. അതിനിടെ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു പഴയ പത്രക്കട്ടിങ്ങും ദിലീപ് അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മഞ്ജു വാര്യരുടെ വളരെ പഴയ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പത്രവാർത്തയിൽ പറയുന്നത് മഞ്ജുവിനെ കാണാനില്ല എന്നതാണ്. ദിലീപിനൊപ്പം മഞ്ജു ആദ്യമായി അഭിനയിച്ച സല്ലാപം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് സംഭവമെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. മഞ്ജുവിൻ്റെ അമ്മ ഗിരിജയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും സിനിമാ രംഗത്തുള്ള ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായി സംശയിക്കുന്നതായും വാർത്തയിൽ പറയുന്നുണ്ട്. മഞ്ജു വാര്യരെ കാണാതായി എന്ന തലക്കെട്ടിലാണ് പത്രപരസ്യം. ഇത് യഥാർത്ഥത്തിലുള്ളതാണോ വ്യാജമാണോ എന്നതിൽ വ്യക്തതയില്ല. വാർത്തയുടെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: മുൻ കലാതിലകവും സിനിമാ നടിയുമായ മഞ്ജു വാര്യരെ കാണാതായി. കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിൽ 11ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയായ മഞ്ജു മിനിഞ്ഞാന്ന് സ്കൂൾ വിട്ട ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് മാതാവ് എടച്ചുവയിലെ ഗിരിജ മാധവന്റെ പരാതി. ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് വർഗീസ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായിരിക്കുമെന്ന് പോലീസ് സംശയിക്കുന്നു. ആ വഴിക്കാണ് അന്വേഷണം. സല്ലാപം എന്ന സിനിമയിൽ മനോജ് കെ ജയന്റെ നായികയായി അഭിനയിച്ചു വരികയായിരുന്നു മഞ്ജു വാര്യർ. സാക്ഷ്യം എന്ന സിനിമയിലും ചെറിയ ഭാഗം അഭിനയിച്ചിരുന്നു. 1938 തൃശ്ശൂരിലും 95 കണ്ണൂരിലും നടന്ന സംസ്ഥാന യുവജനോത്സവങ്ങളിലാണ് മഞ്ജു കലാതിലകമായത്.